ഹേ ഗായ്സ്, നമ്മൾ ഇന്ന് തെലങ്കാനയിലെ അധികം ആരും പോയിട്ടില്ലാത്തൊരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ ഫുൾ ജേർണി ഈ രണ്ട് പട്ടിക്കുട്ടന്മാരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതും വഴി കാണിച്ചു തന്നതും. ഇവിടെ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ഈ കാണുന്ന വഴി കൂടെ 1 കിലോമീറ്റർ നടന്നാലാണ് ഈ വാട്ടർഫോളിലെത്തുക. ഇവിടെ അധികം ആരും ഇല്ലായിരുന്നു ചോദിക്കാനോ പറയാനോ. ഫോണിനാണെങ്കിൽ റേഞ്ചും ഇല്ല. അമ്പലത്തിൽ വന്ന 2 ആൾക്കാരാണ് ഇതാണ് വഴി എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അയാൾ പറഞ്ഞത് കേട്ട് ഞങ്ങൾ നടക്കാനും തുടങ്ങി. കുറേ പോയി. 2 സൈഡിലും ഇതേപോലെ നിറയെ കാട്ടുചെടികളും മുള്ളുചെടികളും കാക്ടസും പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ബ്ലാത്തിക്ക, അതായത് കസ്റ്റാർഡ് ആപ്പിളിൻ്റെ കുറേ മരവും കണ്ട്. അതിന് വൈൽഡ് കസ്റ്റാർഡ് ആപ്പിളാണോ കഴിച്ചാൽ ചത്തുവോ എന്നറിയാത്തതുകൊണ്ട് പിച്ച് തിന്നു നോക്കാൻ നിന്നില്ല. ഞങ്ങൾ ഹൈദരാബാദിൽ നിന്നാണ് യാത്ര തിരിച്ചത്. ഹൈദരാബാദിൽ നിന്ന് ഈ വാട്ടർഫോളിലേക്ക് ഏതാണ്ട് 2 മണിക്കൂറും കുറച്ച് മിനിറ്റുമാണുള്ളത്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും മണി ഏതാണ്ട് ഒരു 8 മണിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. വെയിലിനും വലിയ ചൂടില്ല. അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് നമ്മൾ പെട്ടു. ഇനി എങ്ങോട്ട് പോകണമെന്ന് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. പ്രത്യേകിച്ച് വഴിയായിട്ടും ഒന്നും കണ്ടില്ല. പിന്നെ ഈ പൂക്കളും ഒക്കെ നിൽക്കുന്ന സ്ഥലം നോക്കിയിട്ട് ഇത് കൊള്ളാമല്ലോ എന്ന് വെച്ച് കുറേ കല്ലിൻ്റെ മണ്ണിൽ കൂടെ കയറി വീണ്ടും നടക്കാൻ തുടങ്ങി. കാര്യം ഫോണിനാണെങ്കിൽ റേഞ്ച് ഇല്ല. ചോദിക്കാമെന്ന് വെച്ചാൽ ഒരു മനുഷ്യജീവിയെ പോലും ഈ പരിസരത്തെങ്ങും കാണുന്നില്ല. ഇങ്ങോട്ടൊന്നും ആരും വരാറില്ലെന്നാണ് തോന്നുന്നത്. മാര്യഗുഡം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള അജലാപൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ വാട്ടർഫോൾസ് ഉള്ളത്. ഈ വാട്ടർഫോൾസിൻ്റെ പേര് ബഗ്ഗ വാട്ടർഫോൾസ് എന്നാണ്. ഇത് ബഗ്ഗ എന്നാണോ ബുഗ്ഗ എന്നാണോ വായിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതാണ് വാട്ടർഫോൾസ്. അപ്പം നമ്മൾ വീണ്ടും ഈ നടത്തം തുടങ്ങി. ഈ മുമ്പേ പോണ ആൾക്കാരെല്ലാം NIT പാസ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. പൊതുവേ നമ്മൾ പറയാറില്ലേ NIT പഠിച്ചാൽ മൊണ്ണാളാന്ന്. പക്ഷേ അല്ല, ഇങ്ങനെ ട്രിപ്പ് പോകുന്ന ആൾക്കാരും അതിനിടയിലുണ്ട്. പിന്നെ കുറേ നടന്നപ്പോൾ ഇതേപോലെ വെള്ളം കണ്ടു തുടങ്ങി. അങ്ങ് ദൂരെ ഒരു മലയിൽ ചെറുതായിട്ട് വെള്ളം വീഴുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റി. അതിൻ്റെ ഡിറക്ഷൻ വെച്ച് വഴിയൊന്നും ഇല്ലാത്ത സ്ഥലത്തൂടി ഇതേപോലെ കുറേ മലയിലൊക്കെ വലിഞ്ഞു കയറി നോക്കി എങ്ങനെ ആ സൈഡിലോട്ട് എത്താമെന്ന്. അങ്ങനെ വഴിയില്ലാത്ത സ്ഥലത്തുകൂടി കുറേ മരത്തിൻ്റെയൊക്കെ ഇടയിൽ കൂടി കാക്ടസിൻ്റെ ഇടയിൽ കൂടി നമ്മളവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മളപ്പോൾ പറഞ്ഞ വാട്ടർഫോൾസ്. ഗൂഗിളിൽ കണ്ട പടം അനുസരിച്ചാണെങ്കിൽ ഇങ്ങനെയല്ല, നിറയെ വെള്ളമുള്ള വലിയൊരു വാട്ടർഫോൾസ് ആയിരുന്നു ഞാൻ ഈ കാണിക്കുന്ന പോലത്തെ. പക്ഷേ ഇതാണ് നമ്മൾ കണ്ട വാട്ടർഫോൾസ്. മേ ബി ഇപ്പം വെള്ളം ഇല്ലാത്തതായിരിക്കും. പക്ഷേ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. കുറച്ച് നേരം വന്നിരിക്കാനും വിശ്രമിക്കാനും ഒരു ട്രെക്ക് ചെയ്ത് വരാനും പറ്റിയ പ്ലേസാണ്. പക്ഷേ എനിക്ക് ആകെപ്പാടെ വിഷമം തോന്നിയെന്ന് പറഞ്ഞാൽ ആരും വരാത്ത സ്ഥലത്ത് നിറയെ കള്ളുകുപ്പിയും അതിൻ്റെ കുപ്പിച്ചില്ലും മാത്രമാണ് ഉള്ളത്. വെള്ളം പല സ്ഥലത്തും ഈ കുപ്പിയെല്ലാം കൊണ്ടിട്ട് മലിനമാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ട്രാൻസ്പെറൻറ്റ് വാട്ടറിലെ ട്രാൻസ്പെറൻറ്റ് ഫിഷ്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീണ്ടും പോകാനുള്ള പരിപാടിയാണ്. ഈ നടത്തം 1 കിലോമീറ്റർ വീണ്ടും തിരിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക,